കൊലപാതകത്തിൻ്റെ വാർത്ത കൂടി ഈ പ്രഭാതത്തിൽ വരികയാണ്. അക്രമവും ലഹരി പടരുന്നതും ഒക്കെ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും വലിയ ശാപമായി ഇപ്പോൾ മാറുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, പത്തനാപുരം കൂടൽ കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും അവരുടെ ആൺ സുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് വാർത്ത. വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്തിയ ബൈജു പോലീസിൽ കീഴടങ്ങി. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണ് എന്നാണ് FIR പറയുന്നത്. ഈ വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ കൊല നടന്നത് എന്നുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. EV ജയശങ്കർ വീണ്ടും ചേരുകയാണ്. ജയശങ്കർ, മറ്റു വിവരങ്ങൾ എന്താണ് ഈ കൂടൽ നടന്ന കൊലപാതകത്തെ? ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലാണ്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. പോലീസ് ഈ ക്രൈം സ്പോട്ട് നിലവിൽ സീസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി 11 കൂടിയാണ് ഈ വൈഷ്ണവിയെയും ഒപ്പം തന്നെ സുഹൃത്ത് വിഷ്ണുവിനെയും ഈ ബൈജു ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഈ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഈ വൈഷ്ണവി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടി വരുന്നു. പിന്നീട് ഈ വീട്ടിൽ വെച്ച് ഭാര്യയെയും ഒപ്പം തന്നെ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബൈജുവും വിഷ്ണുവും കഴിഞ്ഞ ദിവസം പോലും ഒരുമിച്ച് ജോലിക്ക് പോയ ആളുകളാണ്. പിന്നീട് എന്ത് പ്രകോപനമാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു അവ്യക്തതയുണ്ട്. എന്തായാലും FIR-ൽ പറയുന്നത് ഈ ഭാര്യയും ഒപ്പം തന്നെ സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ ചില ബന്ധമുണ്ടായിരുന്നു, ചില തെറ്റായ ബന്ധമുണ്ടെന്ന് വിഷ്ണുവിന് ബോധ്യമുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ FIR-ൽ പറയുന്നത്. കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്. ഈ നാടിനെ സംബന്ധിച്ച് വലിയ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം ഇരു വീടുകളും, ഈ വിഷ്ണുവിൻ്റെയും വൈഷ്ണവിയുടെയും ഒക്കെ വീടുകൾ അടുത്തടുത്താണ്, സുഹൃത്തുക്കളാണ്. ഇവരാണ് ഇത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു വേദന ഉണ്ടാക്കുന്ന സാധനമാണ്. നാട്ടുകാരെ സംബന്ധിച്ചും അതേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്തായാലും ഈ വീട് നിൽക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? സുഹൃത്തുക്കളെന്നൊക്കെയാണ് പറയുന്നത്. സുഹൃത്തുക്കൾ ആ പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ എൻ്റെ അടുക്കൽ ഒരു പരാതിയും വന്നിട്ടില്ല. അപ്പോൾ അവർ പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എൻ്റെ അടുക്കൽ ഇതുവരെ പരാതി വന്നിട്ടില്ല. അല്ല, ഇതിപ്പോൾ ഇവർ ഇന്നലെ പോലും ജോലിക്ക് പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഭാര്യയും സുഹൃത്തിനെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഏതെങ്കിലും മറ്റു ലഹരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇനി അവർ തമ്മിൽ അല്ലാതെ നമ്മളറിയാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ SK, വാർഡ് മെമ്പറാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവർ തമ്മിൽ, ഈ വൈഷ്ണവും ഒപ്പം തന്നെ ബൈജുവും തമ്മിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വാർഡിലെ മെമ്പർ തന്നെ പറയുന്നത്. അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ചായിരുന്നു ജോലിക്കും മറ്റും പോയിരുന്നു. പക്ഷേ എന്നിട്ടും പിന്നീട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്ന കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ പോലീസിൻ്റെ FIR പറയുന്നത് ഇവർ തമ്മിൽ, ഈ തൻ്റെ ഭാര്യയും സുഹൃത്തും തമ്മിൽ ചില മറ്റു തരത്തിലുള്ള വഴിവിട്ട ബന്ധമുണ്ടായി. ആ വഴിവിട്ട ബന്ധം മൂലം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു FIR-ലും മറ്റും പറയുന്നത്. എന്തായാലും പോലീസ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈജു നിലവിൽ കൂടൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ ഇരുവരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനുണ്ട്. ഈ വൈഷ്ണവിൻ്റെ തലയിൽ 8ഓളം വെട്ടുകളുണ്ടെന്നാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായ വിവരം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം SK, ഈ ഒരു കൊലപാതകത്തിൻ്റെ തീവ്രത, അത്രമാത്രം വെട്ടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് നേരെയും സമാനമായ രീതിയിലുള്ള തരത്തിൽ തന്നെയാണ് ഈ ബൈജു എന്തായാലും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ വീട് പോലീസ് നിലവിൽ സീസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബന്ധുക്കൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായത് തങ്ങൾക്കറിയില്ല. പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനം എങ്ങനെ ഉണ്ടായെന്ന കാര്യത്തിലും ഇവർക്ക് വ്യക്തിഗത. കൂടുതൽ നിന്ന് EV ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്നത്. ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് കൂടലിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്.